എനിക്ക് കമ്പനി മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. ദാ ഈ കാണുന്നതാ എനിക്കെല്ലാം. ആ, നിനക്ക് കുടിക്കാൻ സംഭാരോ കാപ്പിയോ എടുക്കട്ടെ? ഒന്നും വേണ്ട ഏട്ടത്തി. ഞാൻ അരവിന്ദേട്ടനോട് പറയായിരുന്നു, ഉള്ള കാശിങ്ങനെ വട്ടപ്പലിശയ്ക്ക് കൊടുത്ത് നാട്ടുകാരുടെ പ്രാക്ക് വാങ്ങാണ്ട് വല്ല ബിസിനസ്സും ചെയ്യാൻ. അയ്യോ, അപ്പൊ നിനക്കതറിയില്ലേ? നിന്റെ ഏട്ടനെ ആരുടെയെങ്കിലും പ്രാക്ക് വാങ്ങാതെ കിടന്നാ ഉറക്കം വരില്ല. ഈ ഏട്ടത്തി. എന്നിട്ട് ഏട്ടൻ സമ്മതിച്ചോ? പാതി സമ്മതിച്ചു. കുറച്ച് കാശ് ഞാൻ കൊടുക്കാന്നും പറഞ്ഞു. കാശും പദവിയും മറ്റു സുഖ സൗകര്യങ്ങളും ഇവിടെയും വേണം. എന്റെ കുടുംബമല്ലേ ഇത്. ഒന്നും വേണ്ട സീതാലക്ഷ്മി. ഈ പറഞ്ഞ സുഖ സൗകര്യങ്ങൾ ഉള്ളവർക്ക് ഇല്ലാത്ത ഒരു കാര്യം മാത്രം മതി എനിക്ക്. അതെന്താ? മനസ്സമാധാനം. അമ്മേ, അമ്മേ, നീ കാര്യം പറ പെണ്ണേ. അമ്മയോടല്ല, ഞാൻ ഇവിടുത്തെ അമ്മയാ വിളിച്ചത്. വേണു സംസാരിച്ചു തുടങ്ങിയോ അമ്മേ? അല്ല, വേണുവിന്റെ റൂമിൽ നിന്ന് അടക്കി പിടിച്ച പോലുള്ള സംസാരവും ചിരിയും ഒക്കെ കേൾക്കുന്നു. അത് വല്ല ടിവിയിലും ആയിരിക്കും. അതിന് വേണുവിന്റെ റൂമിൽ ടി വി ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരാ? അംബിക തനിയെ സംസാരിക്കോ? അതൊന്നും അറിയണമല്ലോ ഏട്ടത്തി. സത്യം അമ്മേ, ആരോ സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. സീതാലക്ഷ്മി, നീ പോയില്ലേ? ഞാൻ ഇറങ്ങായിരുന്നു. അപ്പോഴാ. എന്തേ? അംബികയുടെ റൂമിൽ ആരോ ഒരാളുണ്ട്. അതല്ലേ വേണു? വേറെ ആരോ. അതാരാ? മതി, ഇനി പറഞ്ഞു പൊലിപ്പിക്കണ്ട. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് കണ്ടാ പോരെ. അയ്യോ, ഇങ്ങനെ തെറ്റിയ വാതില് പോലും അറിയത്തില്ല. അങ്ങോട്ട് മാറിക്കടേ. അമ്പിയേ, അമ്പിയേ, വാലോക്കടി. അമ്പിയേ. അവര് വിളിക്കാ വേണു. ഞാൻ എന്താ ചെയ്യാ? ആ വിളി പാവ അമ്പികയ്ക്കുള്ള കൊല വിളിയാ. ഞാനാ അവരുടെ ആയുധം. എന്നോടൊന്നും തോന്നലേ ഭായി. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ഇനി റൂമിൽ വരും. അമ്പിയേ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഇതിന് പ്രായശ്ചിത്തം ചെയ്തോളാം. എടി വാലോറക്കാൻ. നിന്നെയാണ് പറഞ്ഞേ. അമ്പിയേ, എടി വാലോറക്കടി. അച്ഛനാണല്ലോ വേണോട്ടാ. എന്താണാവോ? വാലോറക്കടി. എന്താ വേണോട്ടാ? എടി വാലോറക്കടി. ദേ അച്ഛൻ വിളിക്കുന്നു. ഞാൻ വാതിൽ തുറക്കട്ടെ. എന്താ? എന്താ അമ്മേ? മാറി നിക്കടി അങ്ങോട്ട്. എന്താ അച്ഛാ കാര്യം? നീ എന്തെടുക്കുകയായിരുന്നു? കുളിക്കായിരുന്നു. നീ ആരോടാ സംസാരിച്ചേ? വേണുവേട്ടനോട്. എന്തേ? വേണു ഏട്ടൻ. വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. അച്ഛൻ എന്താ ഇപ്പൊ അറിയേണ്ടത്? ഇവിടെ ആരുമില്ല. വാ.
കെട്ടവനല്ലേ എടാ നീ ഇവിടെ. ദേ, ഇവിടെയാണ്. നീ ഞാൻ ആരുടെ ആടി മുറി കേട്ടി ഇവിടെ മാറി നീ കൊണ്ട നീ ഇങ്ങോട്ട് മാറില്ലേ പറഞ്ഞു മാറി കാണിച്ച് വീട്ടിനകത്ത് മാറി നീ നിന്നെ അയ്യോ മോനെ വേണോ വേണോ അയ്യോ വേണു മോനെ വേണു മോനെ വേണോ ഇരുന്നേക്ക് വേണു മോനെ എന്നോട് പിണങ്ങല്ലേ സിദ്ധു, എന്റെ അടുത്തൊന്നിരിക്കോ? എന്റെ അടുത്തുനിന്ന് എവിടേക്കും പോവല്ലേ സിദ്ധു. എന്താ ഡോക്ടർ, എന്തെങ്കിലും സീരിയസ്? ഏയ് നോ, ഹരി ഇങ്ങനെ പരിഭ്രമിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞോളൂ ഗൗരി. പ്രോബ്ലം ആയിട്ടൊന്നും കാണണ്ട. ഇത്തരം അബോർഷൻ ആവുന്ന പല കേസുകളിലും ഞങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. ചിലരിൽ അല്പം ഹെവി ആയിരിക്കുന്നു മാത്രം. മാനസയിലും അതുണ്ട്. മെന്റലി ആ കുട്ടി സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ, അതായത് ഒരു നോർമൽ പെൺകുട്ടി കാണുന്നതിലും അധികം മാനസ ആ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടി അബോർഷനായി എന്ന് അവൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. മാനസ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല. അവളുടെ മാനസിക നില അപകടത്തിലാണ്. ഗൗരിക്ക് മനസ്സിലാവും. ഹരിയേട്ടാ,
ഹരിയേട്ടാ, തളരല്ലേ, തളർന്നു പോവല്ലേ. മനസ്സെ കാണണ്ടേ ഹരിയേട്ടന്? കഴിയില്ല. ഈ ജന്മം എനിക്ക് അവളുടെ കൺമുന്നിൽ ചെന്ന് നിൽക്കാനാവില്ല ഗൗരി. എന്റെ കുട്ടി ഇത്രയും കാലം നെഞ്ചിലേറ്റി ഓമനിച്ച് കൊണ്ടുനടന്ന സ്വപ്നങ്ങൾ അത്രയും ഒരൊറ്റ നിമിഷം കൊണ്ട് എറിഞ്ഞുടച്ചവനാ ഞാൻ. ഒരു നിമിഷത്തെ അന്ധത കൊണ്ട് ഞാൻ അവളുടെ വെളിച്ചത്തെ തല്ലിക്കെടുത്തിയത്. വിധി എന്നെ കൊണ്ട് തന്നെ ആ മഹാപാപം ചെയ്യിച്ചു ഈശ്വരൻ. എന്റെ മാനസിക സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഞാനാ. അവൾ ആഗ്രഹിച്ചെല്ലാം നേടിക്കൊടുത്തത് ഞാനാ. ഇപ്പൊ മഹാനരകത്തിലേക്ക് എന്റെ കുട്ടിയെ തള്ളിയിട്ടത് ഞാനാ. അങ്ങനെയൊന്നും കരുതല്ലേ ഹരിയേട്ട. അപകടം അതാർക്ക് സംഭവിക്കാമല്ലോ. മാനസിക്കൊരു അപകടം സംഭവിച്ചു. അവള് കാല് വഴുതിയൊന്ന് വീണു. അതാണ് സത്യം. അങ്ങനെ വിശ്വസിക്കുക ഹരിയേട്ട. വാക്കുകളും വാചകങ്ങളും ഒക്കെ എത്ര മാറ്റി പറഞ്ഞാലും സത്യം എന്താണെന്ന് എനിക്കറിയില്ലേ ഗൗരി. ഞാനല്ലേ ആ മഹാഭാവി. അതിൽ നിന്നും ഈ ജന്മത്തെനിക്ക് മോചനമില്ല. ഒരിക്കൽ പട്ടടയിൽ ഞാൻ എരിഞ്ഞു തീരും വരെ, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്വയം ഇല്ലാതാക്കുന്നവരെ. ഇങ്ങനൊന്നും പറയല്ലേ ഹരിയേട്ട. നമുക്കൊരു മകളുണ്ട്, ഒരു കൊച്ചു ജീവിതമുണ്ട്. അത് മറന്നു പോവല്ലേ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. കണ്ണോടക്കെ എന്നിട്ട് ചെല്ല് മനസ്സിന്റെ അരികിലേക്ക്. അവളിപ്പോ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞൊന്നും പറയാൻ നിൽക്കണ്ട. വെറുതെ വിളിച്ചാന്ന് പറഞ്ഞാൽ മതി. അവൾക്ക് വേറൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞേക്ക്. പിന്നെ എന്നെ ചോദിച്ചാൽ ചോദിക്കില്ലല്ലേ? ചോദിക്കില്ല. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അവളുടെ ശാപമേറ്റ് കഴിയേണ്ട ഒരാളെ അവള് തിരക്കോ? ഇല്ല. അറിയണതല്ല, ഇങ്ങനെ അറിയാണ്ട് കണ്ണു നിറഞ്ഞു പോകുന്ന. നീ ചെല്ല്. നീ എന്താ കാട്ടുന്നേ? ഗൗരിയെടുത്തി, എന്റെ കുഞ്ഞെവിടെ? മനസ്സേ, എടുത്തല്ലേ അവളെ കുളിപ്പിക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയത്? നീ എന്താ ഈ പറയുന്നേ? ആ, ചെലപ്പോ സിദ്ധു ആവും. അതെ, സിദ്ധുവാ. ഗൗരിയെടുത്തി, ഒന്ന് പോയി നോക്കിയേ. നീ എന്താ മോളെ ഈ പറയുന്നേ? നീ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ ഞങ്ങള്? കരയാതെ.
തോന്നല. എനിക്ക് എന്തൊക്കെ ഒരിടത്തെ പറ്റി പിടിവിട്ട് പോവാ മനസ്സ്. ഞാൻ തനിച്ചായതുപോലെ തോന്നുക. ഞങ്ങളൊക്കെ ഇല്ലേ നിനക്ക്? അറിയാം. പക്ഷേ എനിക്ക് സിദ്ധു നിന്റെ അടുത്തിരിക്കാറില്ലേ? വരും. പിന്നെ പിന്നൊന്നും മിണ്ടാതെ എന്നെ നോക്കിയിരിക്കും. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോവും. എന്തെങ്കിലും ഞാൻ ചോദിച്ച ദേഷ്യപ്പെടും എന്നോട്. സിദ്ധുവിന് എന്നോട് വെറുപ്പായെടുത്ത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. മനസ്സേ, ഒക്കെ നിന്റെ തോന്നല. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാവുമ്പോ ഞാൻ ഒരു വല്ലാത്ത ശൂന്യതയാ. കണ്ടില്ലേ, ഈ ചിത്രങ്ങളിലെ കുഞ്ഞുങ്ങളെല്ലാം എന്റെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നും. അമ്മയെന്ന് വിളിച്ച് ഇവരെ എന്റെ കുഞ്ഞുങ്ങളെന്ന് പറയും. പിന്നെ മെഡിസിന്റെ ടൈമായി. മനസ്സേ, വിശക്കുന്നുണ്ടോ നിനക്ക്? ഇല്ല എടുത്തേ. എന്ന് കിടന്നു. എന്തേ, ക്ഷീണം തോന്നുന്നുണ്ടോ? ഉറക്കം വരുന്നു. നീ ഇറങ്ങിക്കോ. എടുത്തേ, എന്റെ അടുത്തിരിക്കോ. എനിക്ക് ഒറ്റയ്ക്കാവുമ്പോ പേടിയാവാ. ഞാനുണ്ട്. നീ ഇറങ്ങിക്കോ. സിദ്ധുവിനെ വഴക്കൊന്നും പറയരുതെന്ന് ഹരിയേട്ടനോട് പറയണ എടുത്തേ. പിന്നെ സിദ്ധു വരുമ്പോ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്നെ വിളിക്കണം. ഇല്ലെങ്കിൽ സിദ്ധു പോവും. സിദ്ധു വരുമ്പോ എടുത്തേ. ഈ ഒരവസ്ഥയില് വീണ്ടും ഇവിടേക്ക് വരരുതായിരുന്നു സിദ്ധു. ഇനി സങ്കടങ്ങൾ ഉണ്ടാക്കി വയ്ക്കല്ലേ. ഒന്നും മനഃപൂർവ്വമല്ല, വന്നുപോയതാ ഞാൻ. പാടില്ലായിരുന്നു. പ്രത്യേകിച്ചും മാനസിക അവസ്ഥയിൽ കിടക്കുമ്പോ. എല്ലാ സത്യങ്ങളും അറിയുന്ന ഹരിയേട്ടനും ഗൗരിയുടെയും നമ്മുടെ പിന്നിലുണ്ട്. അവരിതറിയുമ്പോ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയോ സിദ്ധുവിന്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മൈനെ, ഇപ്പോഴും മാനസയുടെ അരികിലിരിക്കണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. അത്രമാത്രം അവൾ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അവളെ സാന്ത്വനിപ്പിക്കണമെന്നും പരിചരിക്കണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. മാനസയുടെ മുഖത്ത് നോക്കുമ്പോ എല്ലാം തകർന്നടിഞ്ഞതുപോലെ അവളിങ്ങനെ കിടക്കുന്നത് കാണുമ്പോ തളർന്നു പോവാ ഞാൻ. ഇത്രമാത്രം കൊതിച്ചതാ മാനസ, ഒരു കുഞ്ഞിനെ ലാളിക്കാനും വളർത്താനും ഒക്കെ. ഊണിലും ഉറക്കത്തിൽ പോലും അവക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് മാത്രമായിരുന്നു. മൈനയ്ക്കറിയോ, കുഞ്ഞിനെ വിളിക്കാൻ പേരുകളും കുഞ്ഞിനെ ഉടുപ്പിക്കാൻ ഉടുപ്പുകളും വരെ കരുതി വെച്ചിരുന്നു അവൾ. ആ അവളുടെ അടുത്ത് ഞാൻ എങ്ങനെ ചെന്ന് നിൽക്കുക? കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് മാത്രമേ അവക്കറിയൂ. എന്നെ സമാധാനപ്പെടുത്താൻ ഇനിയും സ്വപ്നങ്ങൾ കാണുക മാനസ. എന്നിട്ട് അതെല്ലാം എന്നോട് പറഞ്ഞു കേൾപ്പിക്കുക. ആ അവളോട് ഞാൻ എങ്ങനെയാ പറയണേ? അവൾക്കിനി ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് പറയേ. ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് അവക്ക് മുന്നിൽ ചിരിച്ച മുഖമായിട്ട് നിൽക്കാൻ എനിക്ക് വയ്യ. അവളോട് പറയാൻ എനിക്കൊരു നല്ല വാക്ക് പോലും അവ വരുന്നില്ല മൈനെ. പിന്നെ എങ്ങനെയാ ഞാൻ? ഒരു പാവമാണ് മനസ്സ്. എന്നെ സ്വപ്നങ്ങൾ കണ്ട്
മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ചൊരു പാവം. സ്നേഹിക്കുന്നവർ വേദനിപ്പിക്കുമ്പോൾ മാത്രം പൊട്ടിത്തെറിക്കുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്ന വെറും പാവം. ഭൂമിയിൽ ഏതൊരു സ്ത്രീക്കും സഹിക്കാനാവാത്ത നഷ്ടങ്ങളാ അവൾക്ക് ഈശ്വരൻ നൽകിയത്. അവളെ ഒറ്റപ്പെടുത്തരുത്. ഈ അവസ്ഥയിൽ താങ്ങാനാവില്ല അവൾക്കിത്. അത് സിദ്ധു ഇപ്പൊ പറഞ്ഞ ഏത് സ്നേഹത്തിന്റെ പേരിലായാലും ഇന്നവൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. സിദ്ധുവിന് മാത്രമേ അവളെ ആശ്വസിപ്പിക്കാനാവുള്ളൂ. ഒരു നിമിഷം പോലും അകന്ന് നിൽക്കല്ലേ സിദ്ധു. തനിച്ചായെന്ന് തോന്നിപ്പോയാ നഷ്ടപ്പെട്ടു പോകും നമുക്ക് നമ്മുടെ മനസ്സേ.